ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. തെരഞ്ഞെടുപ്പ് ആസന്നമായതോടെ പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികളെ പോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പ്രചരണ ചൂടിലാണ്. മുൻകാലങ്ങളിലെ പോലെ കിട്ടുന്ന വോട്ട് മതി എന്ന ചിന്ത മാറ്റിവെച്ച് ഇവരും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും അപരന്മാരുടെയും പ്രചരണ വിശേഷങ്ങൾ കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. വടകര മണ്ഡലം LDF സ്ഥാനാർത്ഥി AN ഷംസീറിന് TP ഘാതകനുമായി ബന്ധമെന്ന് RMP. ഇത് CBI അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും RMP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ പിന്തുണയ്ക്കുമെന്ന് ഖൈദെ മിലത്ത് ഇസ്മായിലിന്റെ ചെറുമകൻ ദാവൂദ് മിയ ഖാൻ. വേനലവധിക്കാലത്ത് സൗജന്യ റേഷനും വേതനവും നൽകണമെന്ന ആവശ്യവുമായി സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ HMSന്റെ കളക്ടറേറ്റ് മാർച്ച്. വാർത്തകൾ വിശദമായി. TP വധക്കേസിലെ പ്രതി കിർമാണി മനോജുമായി വടകര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി AN ഷംസീർ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടതായി RMP നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. TP വധത്തിന് മുൻപും ശേഷവുമുള്ള ഈ വിളികൾ സംബന്ധിച്ച കാര്യങ്ങൾ കൂടി CBI അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നും അവർ ആവശ്യപ്പെട്ടു. TP വധക്കേസിലെ രണ്ടാം പ്രതിയായ കിർമാണി മനോജ് വടകരയിലെ LDF സ്ഥാനാർത്ഥി AN ഷംസീറുമായി പലതവണ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി RMP നേതാക്കൾ ആരോപിച്ചു. കിർമാണി ഉപയോഗിച്ച 98 47 56 26 79 എന്ന നമ്പർ TP കൊല്ലപ്പെടുന്നതിന് മുമ്പ് 2012 ഏപ്രിൽ 9 പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ കോഴിക്കോട്ട് ഉപയോഗിച്ചിരുന്നു. ഈ നമ്പറിൽ നിന്ന് ഏപ്രിൽ 9 രാവിലെ 9:33 94 47 05 68 03 എന്ന നമ്പറിലേക്ക് വിളി പോയി. ഈ നമ്പർ വടകരയിൽ മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥി AN ഷംസീറിന്റേതാണ്. 1 മിനിറ്റും 14 സെക്കൻഡും ഈ സംഭാഷണം നീണ്ടുനിന്നു. ഇതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു മറ്റൊരു പ്രതി KC രാമചന്ദ്രൻ ചൊക്ലി സെമീറ ക്വാർട്ടേഴ്സിൽ വെച്ച് കിർമാണിയും കൊടിസുനിയും മറ്റുമായി ഗൂഢാലോചന നടത്തിയത്. പിന്നീട് ഏപ്രിൽ 20-നും 24-നും പാറാട്ട് കുഞ്ഞനന്ദന്റെ വീട്ടിൽ വെച്ച് ഗൂഢാലോചന നടന്നു. TP വധത്തിന്റെ തലേ ദിവസമായ മെയ് 3 രാവിലെ 11:24 വീണ്ടും കിർമാണിയുടെ നമ്പറിൽ നിന്ന് ഷംസീറിനെ വിളിച്ചു. 1 മിനിറ്റും 4 സെക്കൻഡും ഈ സംഭാഷണം നീണ്ടുനിന്നു. 2009 TP വധിക്കാൻ വടകരയിലെത്തിയ സംഘത്തിന്റെ നേതാവ് കൂടിയായിരുന്നു കിർമാണി മനോജ്. അതിനാൽ TP കേസ് സംബന്ധിച്ച CBI അന്വേഷണത്തിൽ ഇക്കാര്യം കൂടി ഉൾപ്പെടുത്തണമെന്ന് RMP സംസ്ഥാന സെക്രട്ടറി N വേണു, TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ നേതാക്കളും അതുപോലെ കൊലപാതകത്തിന് കോടതി പറഞ്ഞ ഉപകരണങ്ങളായിട്ടുള്ള 7 പേർ കൊലസംഘത്തിന് ഇവരുടെ നേരിട്ടുള്ള കണ്ണിയായി പ്രവർത്തിച്ചത് ഷംസീറാണ്. കിർമാണി ഉപയോഗിച്ച നമ്പർ TPയെ വധിച്ച ദിവസം രാത്രി 12 മണിയോടെ നിശ്ചലമായതായി കോടതിയിൽ ഹാജരാക്കിയ രേഖകളിൽ നിന്ന് വ്യക്തമാവുന്നു. പിന്നീട് കോഴിക്കോട് ജയിലിൽ നിന്ന് ഈ നമ്പർ ഉപയോഗിച്ചതായി TP കേസ് പ്രതികളുടെ ഫേസ്ബുക്ക് ഉപയോഗത്തോടെ വ്യക്തമായതായും RMP നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കോടിയേരിയും ഹൈക്കോടതി ജഡ്ജിയും തമ്മിലുള്ള സംഭാഷണ വിവാദവും CPMുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം ഇതേ ജഡ്ജിയുടെ ബെഞ്ചിലെത്തുന്നതും അന്വേഷിക്കണമെന്ന് RMP നേതാക്കൾ ആവശ്യപ്പെട്ടു. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് വേനലവധിക്കാലത്ത് സൗജന്യ റേഷനും വേതനവും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ HMSന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. അന്വേഷി സാരഥി K അജിത മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ HMSന്റെ ആഭിമുഖ്യത്തിൽ പാചക തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കലക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് വേനലവധിക്കാലത്ത് സൗജന്യ റേഷനും വേതനവും നൽകുക, മിനിമം വേതനം 1000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. അന്വേഷി സാരഥി K അജിത മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ അവഗണിക്കപ്പെടുകയാണെന്ന് അവർ പറഞ്ഞു.
പാചകം ഒരു തൊഴിലല്ല എന്ന ചിന്തയാണ് സർക്കാരിന്. പാചകം സ്ത്രീകൾ ചെയ്യുമ്പോൾ തൊഴിലല്ലാതാവുകയും എന്നാൽ പുരുഷന്മാർക്ക് ഈ രംഗത്ത് തൊഴിൽപരമായ അവകാശങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്ന് അവർ കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ മറ്റെല്ലാ മേഖലകളും എടുത്തു നോക്കുക. നമ്മള് എല്ലാ മേഖലയിലും യൂണിയനുകളുണ്ട്. അധ്യാപകർക്കുണ്ട്, നഴ്സുമാർക്കുണ്ട്, നഴ്സിംഗ് അസിസ്റ്റന്റുമാർക്കുണ്ട്, ട്രാൻസ്പോർട്ട് ജീവനക്കാർക്കുണ്ട്, എല്ലാവർക്കും യൂണിയൻ ഉണ്ട് അല്ലേ? അവർക്കൊക്കെ അതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ അതാത് കാലത്ത് അവരൊക്കെ സമരം ചെയ്തിട്ട് തന്നെ നേടിയെടുത്തിട്ടുമുണ്ട്. HMS ജില്ലാ പ്രസിഡന്റ് പത്മനാഭൻ, M ശ്രീധരൻ നായർ, TP ഐഷാബി, P ദേവയാനി, ശ്രീധരൻ തൊമ്മൽ, EK ശ്രീനിവാസൻ, G ഷാനവാസ്, P ലക്ഷ്മി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ സർക്കാർ അധികാരത്തിൽ വരാൻ എല്ലാ മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന് അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് കേരള ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 10 വർഷത്തെ UPA ഭരണം രാജ്യസുരക്ഷയെയും ഭാരത സൈന്യത്തിന്റെ ആത്മാഭിമാനത്തെയും തകർത്തുവെന്നും അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യയെ നയിക്കുന്നത് ദുർബലനായ പ്രധാനമന്ത്രിയും നിസ്സംഗനായ രാജ്യസുരക്ഷാ മന്ത്രിയുമാണെന്ന് പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ഭാരവാഹികൾ പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷയിലും സൈനികരുടെ ക്ഷേമകാര്യങ്ങളിലും ഭരിക്കുന്നവർക്ക് ഉത്തരവാദിത്തമില്ലെന്ന് അവർ ആരോപിച്ചു. രാജ്യത്തെ സംരക്ഷിക്കാനായുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും ഊന്നൽ നൽകുന്നില്ല. രാജ്യ താൽപര്യത്തെയും വിമുക്ത ഭടന്മാരുടെ താൽപര്യത്തെയും ഹനിച്ച UPA സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താകണം ഈ പൊതു തെരഞ്ഞെടുപ്പ്. നരേന്ദ്രമോദിയെ പോലുള്ള നേതാവ് ഭരണത്തിന് ചുക്കാൻ പിടിക്കണമെന്നും അവർ പറഞ്ഞു. മോഡിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരാൻ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ വിനിയോഗിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി തന്നെ പ്രഖ്യാപിച്ച അരയടത്തുപാലം അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തി 9 മാസം പിന്നിടുമ്പോഴും പാതി വഴിയിൽ. 2 മാസത്തിനകം നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിലും നാട്ടുകാർ സംശയത്തിലാണ്. 6 വർഷം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച മാവൂർ റോഡ് അരയിടത്തുപാലം ജംഗ്ഷനിലെ സമാന്തര പാലത്തിനുള്ള അപ്രോച്ച് റോഡിന്റെ പണിയാണ് ഇഴയുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ 8-ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞാണ് അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത്. അന്ന് പൊതുയോഗത്തിൽ 6 മാസത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി 3.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അരയിടത്തുപാലം മേൽപ്പാലത്തിന്റെ വടക്കുഭാഗത്തുള്ള സമാന്തര പാലവും തെക്ക് ഭാഗത്ത് അപ്രോച്ച് റോഡില്ലാതെ പാലം മാത്രവും നിർമ്മിച്ച് അരീക്കോട് സ്വദേശിയായ സുൽഫിക്കർ തന്നെയാണ് ഈ അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം ഏറ്റെടുത്തത്. ഈ വർഷാരംഭത്തിൽ തന്നെ ഈ അപ്രോച്ച് റോഡിന് ആവശ്യമായ പാർശ്വഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു. ഈ പാർശ്വഭിത്തിക്കിടയിൽ മണ്ണിട്ട് നികത്തുക എന്നതും ടാറിംഗ് യോഗ്യമാക്കുക എന്നതും മാത്രമാണ് അവശേഷിക്കുന്ന പണി. ഈ പണിയാണ് പല കാരണങ്ങൾ പറഞ്ഞ് നീളുന്നത്. മണ്ണിന്റെ ലഭ്യതക്കുറവാണ് ഉദ്യോഗസ്ഥർ പറയുന്ന കാരണം. ഈ പാലത്തിന്റെ അലൈൻമെന്റ് തയ്യാറാക്കുന്നതിലും സ്ഥലമെടുക്കുന്നതിലും ബന്ധപ്പെട്ട വകുപ്പുകൾ കടുത്ത അനാസ്ഥയാണ് കാട്ടിയിരിക്കുന്നത്. ഇത് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും തുടരുകയാണ്. പാലം നിർമ്മാണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പും റവന്യൂ വകുപ്പും തമ്മിലുണ്ടായിരുന്ന തർക്കം തീർത്തെടുക്കാൻ വർഷങ്ങൾ വേണ്ടിവന്നു. മാവൂർ റോഡ് അരയിടത്തുപാലം ജംഗ്ഷനിൽ EK നായനാർ സ്മാരക മേൽപ്പാലം നിർമ്മിക്കുന്നതിന് മുമ്പ് ആകെയുണ്ടായിരുന്നത് കനോലി കനാലിന് കുറുകെ ഒരു ചെറുപാലമായിരുന്നു. ഇതുവഴിയുള്ള വാഹന സഞ്ചാരം വൻ ഗതാഗത കുരുക്കിന് വഴിവെച്ചതോടെ മേൽപ്പാലം നിർമ്മിക്കാനും 2 സമാന്തര പാലങ്ങൾ നിർമ്മിക്കുന്നതിനും തീരുമാനമായി. മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സമാന്തര പാലങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. ഇതിൽ 1 മാത്രം പൂർത്തിയായി. രണ്ടാമത്തെ സമാന്തര പാലമാണ് ഇപ്പോഴും പാതി വഴിയിലുള്ളത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA നേതൃത്വത്തിൽ അധ്യാപകർ DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി AK ഉണ്ണികൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. KSTA നേതൃത്വത്തിൽ അധ്യാപകർ DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ദീർഘകാലമായി നൽകിവരുന്ന മുസ്ലിം ഗേൾസ് സ്കോളർഷിപ്പ്, പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, OBC സ്കോളർഷിപ്പ് എന്നിവ വിതരണം ചെയ്യുക, യൂണിഫോമിന്റെ തുക എയ്ഡഡ് സ്കൂൾ ഹെഡ്മാസ്റ്റർമാർക്ക് ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടന്നത്. KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി AK ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം PK സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ജനാധിപത്യ ഗവൺമെന്റ് എന്ത് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത്? അതുകൊണ്ട് ഞങ്ങൾ അധ്യാപകർ, ഞങ്ങൾ KSTA നേതൃത്വത്തിൽ പറയുകയാണ്, 10-ാം തീയതി വരെ ഞങ്ങൾ കാക്കുന്നു. KSTA ജില്ലാ സെക്രട്ടറി RV അബ്ദുള്ള, K അരവിന്ദൻ, VP ഇന്ദിര എന്നിവർ ധർണയിൽ സംസാരിച്ചു. ഇനി ഇടവേളയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി സജീഷ് കുമാർ തറയിൽ. Galaxy made of ABS material. ഒഴുകും
സംസ്കൃതി തൻ നദികളിതിലെ സുജലാം സുഫല ഇവ ഇഴകൾ കലരുമൊരു മന്ദ. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്ന് മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ഖായിദെ മില്ലത്ത് ഇസ്മായിലിന്റെ ചെറുമകനും ഇന്ത്യൻ യൂണിയൻ ഖായിദെ മില്ലത്ത് ലീഗിന്റെ പ്രസിഡന്റുമായ MG ദാവൂദ് മിയാ ഖാൻ പറഞ്ഞു. ലീഗിനുള്ളിൽ നടക്കുന്ന നിക്ഷിപ്ത താൽപര്യങ്ങളെ മനസ്സിലാക്കി മലബാറിലെ ജനങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. ഒരു പ്രാദേശിക പാർട്ടി മാത്രമായ IUML കഴിഞ്ഞ 20 വർഷമായി മറ്റു പാർട്ടികളെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്ന് മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ഖായിദെ മില്ലത്ത് ഇസ്മായിലിന്റെ പൗത്രൻ MG ദാവൂദ് മിയാ ഖാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ ചെറിയ ഘടകമായ IUML സ്ഥാനാർത്ഥിയായി വീണ്ടും അഹമ്മദ് മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് അഹമ്മദിനെതിരെ മലപ്പുറത്ത് നോമിനേഷൻ നൽകിയത്. എന്നാൽ അനാരോഗ്യം കാരണം അത് പിൻവലിക്കേണ്ടി വന്നു. ലീഗിനകത്തെ നിക്ഷിപ്ത താൽപര്യങ്ങൾ മനസ്സിലാക്കി മലബാറിലെ ജനങ്ങൾ LDFനെ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ ഇടതുപക്ഷ ജനപ്രതിനിധികൾ പൊതു താൽപര്യങ്ങളെയും ജനോപകാരപ്രദമായ തത്വങ്ങളെയും പാലിക്കുമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്നത്. വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പിന്തുണച്ച് UPA സഖ്യത്തെ പരാജയപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചുവരെഴുത്തുകാരുടെ നല്ല കാലമാണ് തെരഞ്ഞെടുപ്പ് കാലം. നാടെങ്ങും ചുവരുകൾ ബുക്ക് ചെയ്ത് നീട്ടിപ്പരത്തി എഴുതി അവർ സ്ഥാനാർത്ഥികൾക്കായി വോട്ട് അഭ്യർത്ഥിക്കുന്നു. കോഴിക്കോട് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ചുവരെഴുത്തുകാരുടെ നല്ല കാലമാണ് തെരഞ്ഞെടുപ്പ് കാലം. പോസ്റ്ററുകളും പ്രകടനങ്ങളും പൊതുയോഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുമരെഴുത്തുകൾ തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവരാണ് എല്ലാ സ്ഥാനാർത്ഥികളും. നല്ല വടിവത്ത അക്ഷരത്തിൽ, ആന വലിപ്പത്തിൽ, വൈവിധ്യമാർന്ന വർണ്ണങ്ങളിൽ വേണം ചുമരെഴുതാൻ. ഒറ്റ നോട്ടത്തിൽ തന്നെ ആകർഷണം തോന്നണം. ചുമരിലേക്കും പിന്നെ ചിഹ്നത്തിലേക്കും പതിയെ സ്ഥാനാർത്ഥിയിലേക്കും ശ്രദ്ധയെത്തണം. അകലെ വാഹനങ്ങളിൽ പോകുന്നവർ പോലും ശ്രദ്ധിക്കണം. അതിനാൽ എഴുത്ത് നല്ല ഭംഗിയിൽ തന്നെ വേണം. ഇതിനായി മനോഹരമായി എഴുതുന്ന എഴുത്തുകാരെ തെരഞ്ഞാണ് സ്ഥാനാർത്ഥികൾ ജോലി ഏൽപ്പിക്കുക. അവർ വൃത്തിയിൽ സ്ഥാനാർത്ഥിയുടെ പേരുകൾ ചുമരിൽ കോറിവെക്കും. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ എഴുത്തുകാരുടെ തിരക്ക് കുറയും. പലരും പതിവ് പോലെ പെയിന്റിംഗ് ജോലികൾക്കോ മറ്റു തൊഴിലുകളിലേക്കോ മടങ്ങും. ചിലപ്പോൾ കാലങ്ങളോളം നിലനിൽക്കുന്ന ചുവരെഴുത്തുകൾ അവശേഷിപ്പിച്ചാണ് ഓരോ തെരഞ്ഞെടുപ്പുകളും കടന്നുപോവുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇരുമുന്നണികളെ പോലെ തന്നെ സ്വതന്ത്രന്മാരും ഒറ്റയ്ക്ക് മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും പ്രചരണ രംഗത്ത് സജീവമാണ്. ഒറ്റയ്ക്ക് മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ സജീവമാണ് RMPയും SDPയും. പ്രിയപ്പെട്ടവരെ, രാജ്യത്തെ സേവന മേഖല കുത്തകകൾക്ക് തീരെഴുതി കൊടുക്കുന്ന ബദൽ രാഷ്ട്രീയം അവതരിപ്പിച്ചാണ് SDPI സ്ഥാനാർത്ഥി മുസ്തഫ കൊമ്മേരി ഫാൻ അടയാളത്തിൽ വോട്ട് ചോദിച്ച് പര്യടനം നടത്തുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച പരിചയമുണ്ട് മുസ്തഫയ്ക്ക്. കോഴിക്കോട് സെക്രട്ടേറിയറ്റ് അനക്സ്, ഹൈക്കോടതി ബെഞ്ച്, സമഗ്ര ക്യാൻസർ ചികിത്സാ കേന്ദ്രം തുടങ്ങിയ ജനപക്ഷ വിഷയങ്ങൾ പറഞ്ഞാണ് പര്യടനം. മണ്ഡലത്തിൽ 4ാം വട്ട പര്യടനം പൂർത്തിയാക്കി വരികയാണ് മുസ്തഫ. ബേപ്പൂരിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ ആത്മാർത്ഥതയുള്ള പ്രതികരണമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000-ലധികം വോട്ടുകൾ നേടിയിരുന്നു. ഇത്തവണ വലിയ മുന്നേറ്റം തന്നെ നടത്തുമെന്നും മുസ്തഫ പറഞ്ഞു. ശനിയാഴ്ച ബേപ്പൂർ മണ്ഡലത്തിലെ പര്യടനങ്ങൾ ആരംഭിച്ചു. രാവിലെ 9 മണിക്ക് ഫറോക്ക് ചന്തക്കടവിൽ നിന്നുമാണ് ആരംഭിച്ചത്. തുറന്ന വാഹനത്തിൽ സമ്മതിദായകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് മുസ്തഫ കൊമ്മേരി പര്യടനം ആരംഭിച്ചത്. അകമ്പടിയായി പ്രവർത്തകരുമുണ്ടായിരുന്നു. ചന്തക്കടവിൽ നിന്നും ആരംഭിച്ച പര്യടന പരിപാടികൾ കോട്ടപ്പാടം, ചന്ത, കള്ളിത്തൊടി, കള്ളിക്കൂടം, പെരുമുഖം, രാമനാട്ടുകര, പുല്ലുംകുന്ന്, കോലാർകുന്ന്, ഫറോക്ക് കോളേജ്, കൊക്കിവളവ്, ചുങ്കം, കോട്ടൂപ്പാടം, താലാഞ്ഞിപ്പാടം, കുളങ്ങരപ്പാടം, ചുള്ളിപ്പറമ്പ്, പരുത്തിപ്പാറ, ചാത്തമ്പറമ്പ്, കോടമ്പുഴ, തുമ്പപ്പാടം, ഫറോക്ക് പേട്ട, പാതിരിക്കാട്, കരുവൻതിരുത്തി, താണിച്ചാൽ, കല്ലമ്പാറ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ ചങ്കിടിപ്പേറുന്ന വിഭാഗമാണ് അപരന്മാർ. സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചേക്കാവുന്ന വോട്ടുകളിലാണ് അപരന്മാരുടെ കണ്ണ്. പരിചയപ്പെടാം അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ.
MK രാഘവനും A വിജയരാഘവനുമാണ് കോഴിക്കോട്ടെ പ്രധാന സ്ഥാനാർത്ഥികൾ. ഇരുവർക്കുമുള്ളത് 2 വീതം അപരന്മാർ. കുന്നമംഗലം സ്വദേശി M വിജയരാഘവനും കൊടുവള്ളി സ്വദേശി K വിജയരാഘവനുമാണ് LDF സ്ഥാനാർത്ഥി A വിജയരാഘവന്റെ പേരുള്ള മറ്റു സ്ഥാനാർത്ഥികൾ. മാവൂർ സ്വദേശി M രാഘവനാണ് UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ അപരന്മാരിൽ ഒരാൾ. തലക്കുളത്തൂർ അന്നശ്ശേരി സ്വദേശി കാനത്തിൽ മീത്തൽ VM രാഘവനാണ് രണ്ടാമത്തെ അപരൻ. പ്രമുഖ സ്ഥാനാർത്ഥിയുടെ പേരുള്ള മറ്റൊരാളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് എതിർ പാർട്ടിക്കാരുടെ പതിവ് തന്ത്രങ്ങളിലോ കുതന്ത്രങ്ങളിലോ പെട്ടതാണ്. പ്രധാന സ്ഥാനാർത്ഥിയുടെ പേരിൽ ലഭിക്കാവുന്ന വോട്ടുകൾ ചോർത്തുക തന്നെയാണ് ഉദ്ദേശ്യം. എന്നാൽ അത്തരക്കാരനേ അല്ല താനെന്നാണ് അന്നശ്ശേരിക്കാരൻ VM രാഘവന്റെ പക്ഷം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹമാണ് സ്ഥാനാർത്ഥിയാവാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് വിശദീകരിക്കുന്നു VM രാഘവൻ. മത്സരിക്കുക എന്ന് പറഞ്ഞാൽ കോഴിക്കോട് പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെന്നതിൻ്റെ ഒരു ആഗ്രഹം അത് ഇപ്പോൾ യാഥാർത്ഥ്യമായതാണ്. ഇതിന്റെ പിന്നിൽ ആരുടെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രേരണയില്ല. ഇതിനു വേണ്ടുന്ന പണങ്ങൾ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചിട്ട് അന്നന്ന് ചെലവ്. വിജയപ്രതീക്ഷയിൽ അനിശ്ചിതത്വമുണ്ടെങ്കിലും ജയിച്ചാൽ എന്തൊക്കെ ചെയ്യണമെന്ന കാര്യത്തിൽ VM രാഘവന് സംശയമേ ഇല്ല. അതൊരു പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയിൽ ഇവിടുന്ന് ജയിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടതായിട്ടുള്ള ഇപ്പം പിന്നോക്ക സമുദായത്തിലും മുന്നോക്ക സമുദായത്തിലും നിൽക്കുന്ന പാവപ്പെട്ടവന് അവന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുവാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക മാത്രം നൽകി വീട്ടിലിരിക്കുകയല്ല സ്ഥാനാർത്ഥി ചെയ്യുന്നത്. പോസ്റ്റർ അടിച്ചും ലഘുലേഖകൾ വിതരണം ചെയ്തും നാടിളക്കിയ പ്രചാരണമുണ്ട്. ഒരു പ്രചാരണ വാഹനവും സദാ അപരനു വേണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അന്നശ്ശേരിയിലെ സാധാരണക്കാരനായ ഓട്ടോ ഡ്രൈവറാണ് VM രാഘവൻ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ വിവിധ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള 4ാം ഘട്ട പ്രചരണത്തിന് തുടക്കമിട്ടു. കഴിഞ്ഞ ദിവസം ബേപ്പൂർ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പ്രചരണ പരിപാടികൾ ആരംഭിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി A വിജയരാഘവൻ ബേപ്പൂർ മണ്ഡലത്തിലെ പര്യടനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. വെള്ളിയാഴ്ച 2ാം ഘട്ട പര്യടനമാണ് നടത്തിയത്. ചാലിയം ലൈറ്റ് ഹൌസ് പരിസരത്തു നിന്നാണ് പര്യടനം ആരംഭിച്ചത്. വാദ്യമേളങ്ങളും പടക്കവും കലാപരിപാടികളുമായി എല്ലാ കേന്ദ്രങ്ങളും സ്ഥാനാർത്ഥിയുടെ വരവ് ആഘോഷമാക്കി. ഈച്ചാപ്പാടം, മാങ്ങാട്ടുനിലം, ചിറക്കാംകുന്ന്, കൊറ്റമംഗലം, മടത്തിൽപ്പാടം, നാത്തൂന്നിപ്പാടം, ചാലാറ്റി, മുണ്ടക്കാട്ട് പറമ്പ്, തോണിച്ചിറ, നായർകുളം, കിഴക്കമ്പാടം എന്നിവിടങ്ങളിൽ ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചത്. കിഴക്കുംപാടത്ത് നടന്ന പരിപാടിയിൽ പുത്തൻപുരിയിൽ ഗോവിന്ദൻ അധ്യക്ഷം വഹിച്ചു. അഡ്വക്കേറ്റ് എടത്തൊടി രാധാകൃഷ്ണൻ, T ഹസൻ, A ബാലകൃഷ്ണൻ, കൺവീനർ മേക്കുന്നത്ത് ശശി, സ്ഥാനാർത്ഥി വിജയരാഘവൻ, ബാബു പറശ്ശേരി എന്നിവർ സംസാരിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ K ചന്ദ്രൻ, വാളക്കട ബാലകൃഷ്ണൻ, K മാനുക്കുട്ടൻ, പിലാക്കാട്ട് ഷൺമുഖൻ, മജീദ് വെൺമരത്ത്, റീന മുന്നേക്കാട്ട്, കലാം കടവനാത്ത്, ബഷീർ കുണ്ടായത്തോട്, ബാവ, പൊറ്റത്തിൽ ബാലകൃഷ്ണൻ, KTA മജീദ് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ബാബു പറശ്ശേരി, ഭരതക്കുറുപ്പ്, T മൊയ്തീൻ കോയ, M ഗിരീഷ്, ബാദുഷ കടലുണ്ടി എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ശനിയാഴ്ച കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി വിജയരാഘവൻ സൗത്ത് നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. രാവിലെ പാളയം പച്ചക്കറി മാർക്കറ്റിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചക്കുംകടവിൽ സമാപിച്ചു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കോഴിക്കോട് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി മുസ്തഫ കൊമേരിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ബേപ്പൂരിൽ നടന്നു. ബ്രാഞ്ച് പ്രസിഡന്റ് റാഷിം ബേപ്പൂർ അധ്യക്ഷം വഹിച്ച പരിപാടി മണ്ഡലം പ്രസിഡന്റ് PT അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. KK അബ്ദുൽ മജീദ് ഖാസിമി, K സജീർ, M നൌഷാദ്, ഷിഹാബ് എന്നിവർ സംസാരിച്ചു. സ്ഥാനാർത്ഥി മുസ്തഫ കൊമേരി മറുപടി പ്രസംഗം നടത്തി. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി MK രാഘവന്റെ പ്രചരണാർത്ഥം പൂണാർ വളപ്പ് UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ജില്ലാ വനിതാ ലീഗ് സെക്രട്ടറിയുമായ TK സീനത്ത് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ ഈ ആനുകൂല്യങ്ങൾ എല്ലാ ഭാഗങ്ങൾക്കും നൽകി. 2 രൂപ കരി, അതേപോലെ തന്നെ ഈ തൊഴിലുറപ്പ്, ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഒരു സ്ത്രീക്ക് തൊഴിലിന് പോയിട്ടുണ്ടെങ്കിൽ 220 രൂപ കിട്ടും. അത് പുരുഷനാണെങ്കിൽ 720 രൂപ കിട്ടും. ഈ കിട്ടുന്നത് എങ്ങനെയാ? അവരുടെ സ്വന്തം അക്കൗണ്ടിലേക്കാണ് വരുന്നത്. M ബഷീർ അധ്യക്ഷനായിരുന്നു. V സലീം, വനിതാ ലീഗ് ബേപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ജമീല ഫറൂഖ്, റസിയ മാമുക്കോയ, ബിച്ചു ഫറൂഖ്, സൈഫു നിസ, പ്രബനീഷ് കൊമ്മടത്ത്, റംല മാത്തോട്ടം, സെമീറ മാറാട്, സഫിയ മൊയ്തീൻ കോയ, C ആലിക്കോയ, C കോയ എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് വാർത്തകൾ കഴിഞ്ഞു. ഇനി ഇടവേള. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളുമായി നിഷിത സുരേഷ്. Galaxy made of ABS material.
റെഡി ആയില്ലേ? ഞാൻ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരി ഇല്ല, പക്ഷെ ഒരു ചുവന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവാക്കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. അഭിഭാഷകരും ന്യായാധിപരും കമ്പവലിച്ചപ്പോൾ ജയം ന്യായാധിപർക്ക്. ബാർ ദിനാഘോഷത്തിന്റെ ഭാഗമായി കോടതി വളപ്പിൽ സംഘടിപ്പിച്ച വടംവലി മത്സരത്തിലാണ് ജില്ലാ ജഡ്ജി വി ഭാസ്കരന്റെ നേതൃത്വത്തിലുള്ള ടീം അഭിഭാഷകരെ തോൽപ്പിച്ചത്. ന്യായാധിപന്മാരുടെ കാര്യത്തിൽ മുൻപിൽ പിടിച്ചു നിൽക്കാനാകാതെ അഭിഭാഷകർ പരാജയം സമ്മതിച്ചു. കാലിക്കറ്റ് ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച ബാർ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന ആവേശകരമായ വടംവലി മത്സരത്തിലാണ് അഭിഭാഷകരെ ന്യായാധിപന്മാർ വലിച്ചിട്ടത്. ആദ്യ പിടുത്തത്തിൽ വിജയം അഭിഭാഷകർക്കായിരുന്നു. എന്നാൽ രണ്ടാമത്തെ വലിയിൽ വിജയം ന്യായാധിപന്മാരെ തുണച്ചു. ഫൈനൽ റൗണ്ടിലും ന്യായാധിപന്മാർ വിജയം ആവർത്തിച്ചതോടെ മത്സരത്തിലെ റഫറിയായിരുന്ന അഡ്വക്കേറ്റ് പി വി ഹരി ന്യായാധിപ സംഘത്തെ വിജയികളായി പ്രഖ്യാപിച്ചു. ജില്ലാ ജഡ്ജി ബി ഭാസ്കറിന്റെ നേതൃത്വത്തിലുള്ള ന്യായാധിപ സംഘത്തിൽ അഡീഷണൽ ജഡ്ജിമാരായ പി കൃഷ്ണകുമാർ, കെ രമേഷ് ഭായ്, സബ് ജഡ്ജിമാരായ പി സൈതലവി, രാജീവ് ജയരാജ്, സി എം ജെ സാലിഹ്, മജിസ്ട്രേറ്റ് കെ രാജേഷ്, മുൻസിഫുമാരായ സി ആർ രവിചന്ദർ, ഫിലിപ്പ് തോമസ്, ഉപഭോക്തൃ ഫോറം പ്രസിഡന്റ് ജി യദുനാഥൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. കാലിക്കറ്റ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ പി അശോക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അഭിഭാഷകരുടെ ടീമിൽ എ വിശ്വനാഥൻ, എം കെ ദിനേശൻ, സി കെ മുരളീധരൻ, ജയപ്രശാന്ത് ബാബു, സുബിൻ ബി ബാബു, രഘുനന്ദൻ, ശ്രീനാഥ് ഗിരീഷ്, കെ എൻ ജയകുമാർ, ഷിജോ ജോസ് എന്നിവരായിരുന്നു. ബാർ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി ശിങ്കാരിമേളവും പൂരക്കളിയും അരങ്ങേറി. കൊളത്തറ കാലിക്കറ്റ് ALP സ്കൂളിലെ ജലശ്രീ ക്ലബ്ബ് അംഗങ്ങൾ പുറത്തിറക്കിയ തല്ലുകൊളികൾ ഓൺ ഡ്യൂട്ടി എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനം നല്ലളം കോഹിനൂർ പാലസിൽ നടന്നു. വാർഡ് കൌൺസിലർ സബിത കോടി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ജലവർഷത്തോടനുബന്ധിച്ചാണ് കൊളത്തറ കാലിക്കറ്റ് ALP സ്കൂളിലെ ജലശ്രീ ക്ലബ്ബ് അംഗങ്ങൾ ഹ്രസ്വചിത്രം പുറത്തിറക്കിയത്. ജലവിനിയോഗത്തിന്റെയും സംരക്ഷണത്തിന്റെയും പ്രാധാന്യത്തിൽ ഊന്നിയുള്ളതാണ് ചിത്രം. തല്ലുകൊള്ളികൾ ഓൺ ഡ്യൂട്ടി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ പൊതുപ്രദർശനവും അണിയറ ശില്പികൾക്കുള്ള ഉപഹാര വിതരണവും വെള്ളിയാഴ്ച വൈകിട്ട് നല്ലളം കോഹിനൂർ പാലത്തിൽ നടന്നു. വാർഡ് കൌൺസിലർ സബിത കോടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ PC മുഹമ്മദ് കുട്ടി, PTA പ്രസിഡന്റ് A റഷീദ്, C പുരുഷു, P ബാവ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. പ്രമുഖ കലാകാരൻ വിനോദ് കോവൂരാണ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നത്. വി ആയിഷ, റഹിയാൻ, KP നാഹിയ, അംന ഷെറിൻ, ഫാത്തിമ ലാമിയ തുടങ്ങിയവർ അഭിനയിക്കുന്നു. ഹെഡ്മാസ്റ്റർ PT മുഹമ്മദ് കുട്ടിയാണ് കഥ എഴുതിയത്. സംവിധാനം ഫൈസൽ കോരങ്ങാട്. ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ചെത്തിക്കൂർപ്പിച്ച കഥകളെഴുതിയ എഴുത്തുകാരനാണ് PK പാറക്കടവെന്ന് ഡോക്ടർ ഖദീജ മുന്താസ്. SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രം സംഘടിപ്പിച്ച തെരഞ്ഞെടുത്ത കഥകളെക്കുറിച്ചുള്ള ചർച്ച ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ചെത്തിക്കുറിപ്പിച്ച കഥകൾ എഴുതിയ എഴുത്തുകാരനാണ് PK പാറക്കടവെന്ന് ഡോക്ടർ ഖദീജ മുന്താസ് അഭിപ്രായപ്പെട്ടു. SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രം സംഘടിപ്പിച്ച പാറക്കടവിന്റെ തെരഞ്ഞെടുത്ത കഥകളെക്കുറിച്ചുള്ള ചർച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ചെത്തിക്കുറിപ്പിച്ച ഭാഷ ചില കഥകളിൽ കാൽപ്പനിക ഭാവം പേറുന്നുണ്ട്. അതിരുകളില്ലാത്ത സ്വപ്നങ്ങളിലേക്കും ഭാഷ സഞ്ചരിക്കുന്നു. കവിയായ പാറക്കടവിന്റെ സാന്നിധ്യം പല കഥകളും തൊട്ടറിയിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് അടർന്നു വീഴുന്ന അക്ഷരങ്ങൾ കൊണ്ടാണ് കഥ എഴുതിയതെന്നും ഖദീജ അഭിപ്രായപ്പെട്ടു. പെണ്ണിനെ പൊന്നിന്റെ തൂക്കത്തിനൊത്ത് അളക്കുന്ന ലോകത്തെ അദ്ദേഹത്തിന്റെ തൂലിക കടന്നാക്രമിക്കുന്നു. ആദമിന്റേതല്ല ഭൂമി, ഹവയുടേതാണെന്ന് പാറക്കടവ് പറയുന്നു. ശക്തമായ പ്രണയ സാന്നിധ്യവും കഥകളിൽ വായിച്ചെടുക്കാം. പാരിസ്ഥിതിക അവബോധം, വർത്തമാനകാല ജീവിതത്തിന്റെ വിമർശനം തുടങ്ങി സർവ്വ മേഖലകളിലേക്കും ഈ എഴുത്തുകാരന്റെ തൂലിക ചെന്നെത്തുന്നുണ്ട്. സ്വപ്നത്തിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് കെജ്രിവാളിനെ പോലെ പാറക്കടവിന്റെ കഥകളും കാണുന്നത്. കുട്ടികളുടെ മനസ്സിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ ഇദ്ദേഹത്തിന്റെ കഥകൾക്ക് കഴിയുമെന്നും ഖദീജ സൂചിപ്പിച്ചു.
TP രാമചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. സാംസ്കാരിക കേന്ദ്രം സെക്രട്ടറി PMV പണിക്കർ, മമ്മു മാസ്റ്റർ, പൂനൂർ കരുണാകരൻ, ഷംസുദ്ദീൻ, PK പാറക്കടവ് എന്നിവർ സംസാരിച്ചു. വിജയകരമായ പ്രവർത്തനങ്ങളുമായി അന്താരാഷ്ട്ര മത്സരവേദികളിൽ സാന്നിധ്യം അറിയിച്ച മലബാർ സ്പോർട്സ് അക്കാദമി ദശവാർഷികം ആഘോഷിക്കുന്നു. മെയ് 9 മുതൽ 11 വരെ പുല്ലൂരാംപാറയിൽ മലബാർ സ്പോർട്സ് ഫെസ്റ്റ് എന്ന പേരിൽ ദശവാർഷിക ആഘോഷ പരിപാടികൾ നടക്കും. 2014 മെയ് 9 മുതൽ 11 വരെ 3 ദിവസങ്ങളിലായി ദശവാർഷിക ആഘോഷങ്ങൾ മലബാർ സ്പോർട്സ് ഫെസ്റ്റ് എന്ന പേരിൽ പുല്ലൂരാംപാറയിൽ വെച്ച് നടത്തപ്പെടും. ജില്ലാതല ക്രോസ് കൺട്രി, സ്പോർട്സ് രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന സ്പോർട്സ് സെമിനാർ, പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകർ, സാംസ്കാരിക, കായിക, സാമൂഹ്യ, വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം, സ്പോർട്സ് അവാർഡുകൾ, പ്രമുഖ ചലച്ചിത്ര താരം നാദിർഷ നയിക്കുന്ന മെഗാ ഷോ എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടും. പ്രമുഖ ചലച്ചിത്ര സംവിധായകനും തദ്ദേശവാസിയുമായ റോബിൻ തിരുമലയുടെ നേതൃത്വത്തിലുള്ള റോട്ടിസ് എന്ന സ്ഥാപനത്തിനാണ് ആഘോഷ പരിപാടികളുടെ ചുമതല. ഇന്ത്യൻ കായിക രംഗത്തെ കേരളത്തിന്റെ സംഭാവനയായി ഇനി ലോകോത്തര നിലവാരമുള്ള ഒളിമ്പിക്സ് താരങ്ങൾ ഉണ്ടാവും വിധമാണ് തുടർന്നുള്ള അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യുന്നത്. ഈ വർഷം മുതൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികൾക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡുകൾ ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചതായും അക്കാദമി ഭാരവാഹികളായ റോബിൻ തിരുമല, ടോമി ചെറിയാൻ, TT കുര്യൻ തുടങ്ങിയവർ പറഞ്ഞു. ഇനി ബിസിനസ് വാർത്തകൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് കോഴിക്കോട് ഷോറൂമിൽ സ്വർണം, ഡയമണ്ട്, മറ്റ് അപൂർവ രത്നങ്ങൾ എന്നിവയിൽ തീർത്ത ആഭരണങ്ങളുടെ പ്രത്യേക പ്രദർശനവും വിൽപ്പനയുമായ ആർട്ടിസ്ട്രി ആരംഭിച്ചു. നൂറ്റാണ്ടുകളായി രാജകുടുംബങ്ങൾ സംരക്ഷിച്ചു പോരുന്ന അമൂല്യമായ ആന്റിക് ആഭരണങ്ങൾ കാണാനുള്ള ഒരു അപൂർവ അവസരം കൂടി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. പ്രശസ്ത ചിത്രകാരനും ആർട്ടിസ്റ്റ് ക്യൂറേറ്ററുമായ ബോസ് കൃഷ്ണമാചാരി ആർട്ടിസ്ട്രി ഉദ്ഘാടനം ചെയ്തു. കലാസ്നേഹികൾക്കും ഡിസൈനിൽ താല്പര്യമുള്ള എല്ലാവർക്കും ഇതൊരു അവസരമായിരിക്കും. ഇറ്റ്സ് an opportunity to see contemporary design as well as traditional design. മലബാർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ MP അഹമ്മദ്, ആർക്കിടെക്ട് ടോണി, മലബാർ ഗോൾഡ് ഡയറക്ടർമാരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് റിസർച്ച് ആൻഡ് ഡിസൈൻ ടീമിന്റെയും ആഭരണങ്ങൾക്ക് രൂപം നൽകുന്ന കലാകാരന്മാരുടെയും കാൽപ്പനികതയും കരവിരുതുമാണ് ആർട്ടിസ്റ്റിയിലെ ഓരോ ആഭരണങ്ങളിലും തിളങ്ങുന്നത്. ആർട്ടിസ്ട്രി പ്രദർശനത്തിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ജനപ്രിയ ബ്രാൻഡുകളായ മൈൻ ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ, ഇറ അൺകട്ട് ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ, ഡിവൈൻ ഇന്ത്യൻ ഹെറിറ്റേജ് ജ്വല്ലറി കളക്ഷൻ, എത്നിക് ഹാൻഡിക്രാഫ്റ്റ് ജ്വല്ലറി കളക്ഷൻ, പ്രഷ്യ പ്രഷ്യസ് ജം ജ്വല്ലറി കളക്ഷൻ, സ്റ്റാർലൈറ്റ് കിഡ്സ് ജ്വല്ലറി കളക്ഷൻ എന്നിവയിലെ പ്രത്യേകം തിരഞ്ഞെടുത്ത ശ്രേണി മുഖ്യ ആകർഷണമാണ്. ആഭരണ പ്രദർശനം എന്നതിലുപരി ആർട്ടിസ്ട്രി കലാസ്വാദകർക്ക് മികച്ച ഒരു നയന വിരുന്നായിരിക്കും. പ്രദർശനം ഏപ്രിൽ 30 സമാപിക്കും. ഇപ്പോൾ 3 നിലകളിലായി വിപുലപ്പെടുത്തിയ കോഴിക്കോട് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമുകളിലൊന്നാണ്. ഇന്ത്യയിലും സിംഗപ്പൂരിലും ഗൾഫ് രാജ്യങ്ങളിലുമായി 111 ഷോറൂമുകളും ലക്ഷക്കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കളുടെ വിശ്വാസവും ആർജിച്ച മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ലോകത്തിലെ മുൻനിര ജ്വല്ലറി ബ്രാൻഡുകളിലൊന്നാണ്. ഇടപാടുകളിലെ സുതാര്യതയും വിട്ടുവീഴ്ചയില്ലാത്ത ഗുണമേന്മയുമാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ജനപ്രീതിക്ക് അടിസ്ഥാനം. ലാഭവിഹിതത്തിന്റെ 10%, വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, പരിസ്ഥിതി സംരക്ഷണം, പാർപ്പിട നിർമ്മാണം, അർഹരായ പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കായി മലബാർ ഗ്രൂപ്പ് വിനിയോഗിക്കുന്നു. അറിയിപ്പുകൾ. സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം APL RSBY സ്മാർട്ട് കാർഡ് പുതുക്കൽ 12-ാം തീയതി വരെ രാവിലെ 10-നും 5-നും ഇടയിൽ കക്കോടിയിലെ SBT ബാങ്ക് ബിൽഡിംഗിൽ നടക്കും. ഫോൺ 1800200253. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടകര മണ്ഡലം LDF സ്ഥാനാർത്ഥി AN ഷംസീറിന് TP ഘാതകനുമായി ബന്ധമെന്ന് RMP. ഇത് CBI അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും RMP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ പിന്തുണയ്ക്കുമെന്ന് ഖായിദെ മില്ലത്ത് ഇസ്മായിലിന്റെ ചെറുമകൻ ദാവൂദ് മിയ ഖാൻ. വേനലവധിക്കാലത്ത് സൗജന്യ റേഷനും വേതനവും നൽകണമെന്ന ആവശ്യവുമായി സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ HMSന്റെ കളക്ടറേറ്റ് മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.